2 വർഷത്തെ നരനായാട്ടിന് ശേഷം ഏതാണ്ട് 70,000 മനുഷ്യരുടെ മരണത്തിന് ശേഷം ഗസയിൽ സമാധാനം പുലരുന്ന ദിവസമാണ് ഇന്ന്. ബന്ദി കൈമാറ്റം ഉൾപ്പെടെ സാധ്യമായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന കാര്യങ്ങൾ, ട്രംപ് ഇസ്രായേൽ പാർലമെന്റിൽ എത്തിയിരിക്കുകയാണ്. പാർലമെന്റിന്റെ ആദരം ഏറ്റുവാങ്ങുകയാണ്. പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയാണ്. ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും ട്രംപിലേക്കാണ്. 8 മാസത്തിനിടെ താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നതാണ് ട്രംപ് പറയുന്നത്. താൻ അതിന് പ്രതിജ്ഞാബദ്ധനായിട്ടുള്ള നേതാവാണ് എന്ന് ട്രംപ് പറയുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ട്രംപ് അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ ട്രംപ് എത്തുമ്പോൾ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ട്രംപിന് നന്ദി അറിയിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിൽ ട്രംപിന്റെ പങ്ക് എന്താണ് എന്നത് ഓരോരുത്തരും ആവർത്തിച്ച് ഊട്ടിയുറപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചതിൽ ഡൊണാൾഡ് ട്രംപ് അറബ് രാഷ്ട്രങ്ങൾക്കുൾപ്പെടെ അറബ് മുസ്ലിം രാഷ്ട്ര തലവന്മാർക്ക് നന്ദി പറയുന്ന സാഹചര്യവുമുണ്ടായി. ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് ചരിത്രപരമായ നിമിഷമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഹമാസിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചതിന് അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പ്രത്യേക ഇടപെടൽ നടത്താനായി എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ആ രാഷ്ട്ര തലവന്മാർക്ക് നന്ദി അറിയിക്കുകയുമായിരുന്നു. ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് ട്രംപ് പറയുന്നു. 8 മാസത്തിനിടെ താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന അവകാശവാദവും അദ്ദേഹം നടത്തുകയാണ്. ഇസ്രായേൽ പാർലമെന്റിൽ ട്രംപ് സംസാരിക്കുന്നതിനിടെ ഒരാൾ ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു അയാൾ എണീറ്റത്. ഇയാളെ ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. പൊതുവെ വൻ വരവേൽപ്പാണ് ട്രംപിന് ഇസ്രായേലിൽ ലഭിക്കുന്നത്. ഇന്ന് ബന്ദി കൈമാറ്റം നടക്കുന്ന സമയത്താണ് ട്രംപ് ഇസ്രായേലിലേക്ക് എത്തിയത്. അവിടുത്തെ പരമോന്നത ബഹുമതി ഉൾപ്പെടെ ട്രംപിന് നൽകി ആദരിക്കുന്ന ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിച്ചതിന്റെ ഒരു ഭാഗം കേട്ടിട്ട് തിരിച്ചെത്താം. We gather on a day of profound joy, of soaring hope, of renewed faith, and above all, a day to give our deepest thanks to the Almighty God of Abraham, Isaac, and Jacob. After 2 harrowing years in darkness and captivity, 20 courageous hostages are returning to the glorious embrace of their families, and it is glorious. 28 more precious loved ones are coming home at last to rest in this sacred soil for all of time. And after so many years of unceasing war and endless danger, today the skies are calm, the guns are silent, the sirens are still, and the sun rises on a holy land that is finally at peace, a land and a region that will live, God willing, in peace for all eternity. Everybody loves Steve and they respect him and they somehow can relate to him. I've known him for many years and I've seen it over and over again. להוציא את חבר הכנסת הזה, להוציא אותו מהאולם, להוציא אותו מיד, החוצה. להוציא גם את חבר הכנסת כסיף, להוציא את חבר הכנסת כסיף מהאולם, להוציא אותה מיד. Sorry for that, Mr. President. Thank you. Please. That was very efficient. പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപിനെ ഒരു പാർലമെന്റ് അംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ചു സമയം അദ്ദേഹത്തിന്റെ പ്രസംഗം നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് സുരക്ഷാ അംഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ട്രംപ് സംസാരിച്ചു തുടങ്ങിയത്. എന്തായാലും ഇസ്രായേലിനുള്ള തന്റെ പിന്തുണ ആവർത്തിച്ചുറപ്പിക്കുകയാണ് ട്രംപ് അവിടെ ചെയ്യുന്നത്. ഈ
ദുഃഖത്തിന്റെ അല്ലെങ്കിൽ മോശം സമയം ഇരു രാഷ്ട്രങ്ങൾക്കും കഴിഞ്ഞുപോയിരിക്കുന്നു എന്ന കാര്യം കൂടി ട്രംപ് ഇന്ന് അവിടെ പറയുകയുണ്ടായി. എന്തായാലും ട്രംപിന് വൻ വരവേൽപ്പാണ് ഇസ്രായേലിൽ ലഭിച്ചത്. വിമാനത്താവളത്തിൽ നെതന്യാഹു നേരിട്ടെത്തിയാണ് ട്രംപിനെ സ്വീകരിച്ചത്. യുദ്ധം 2 വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിച്ച ട്രംപിന് വീരപരിവേഷത്തോടെയാണ് ഇസ്രായേലിൽ സ്വീകരണം ലഭിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. നെതന്യാഹു നേരിട്ടെത്തി ട്രംപിനെ സ്വീകരിക്കുന്നു. വളരെ വലിയ ഊഷ്മള സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ട്രംപ് ഇസ്രായേലിൽ കാലുകുത്തിയത്. മാത്രവുമല്ല, ബന്ദികളുടെ കുടുംബാംഗങ്ങളും ട്രംപിൻ്റെ വരവിനെ അത്യധികം ആഹ്ലാദത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. കാരണം 2 വർഷം ഹമാസിൻ്റെ തടങ്കലിലായിരുന്ന മനുഷ്യർ തിരികെ ഇസ്രായേലിലേക്ക് എത്തുന്ന ദിവസം തന്നെയാണ് ട്രംപ് ഇസ്രായേലിലെത്തുന്നത്, അവരുടെ ആതിഥേയത്വം ഏറ്റുവാങ്ങുന്നത്, അവിടുത്തെ പരമോന്നത ബഹുമതി സ്വീകരിക്കുന്നത്. ഈ യുദ്ധം അവസാനിപ്പിച്ചതിൽ ട്രംപിൻ്റെ ഇടപെടൽ എന്നത് അത്ര മഹത്തരം എന്നതാണ് ഇസ്രായേൽ പറയുന്നത്. നെതന്യാഹു ട്രംപിന് ആവർത്തിച്ച് നന്ദി പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴും ഈ യുദ്ധം അവസാനിപ്പിച്ചതിൽ ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു സംസാരിച്ചത്. ആ രീതിയിൽ ഊഷ്മള സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ട്രംപ് ഇപ്പോൾ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ അവിടേക്ക് എത്തിയത്. മറ്റൊന്ന്, ഇന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അവിടെ നിന്നും ഉള്ളത് ഇസ്രായേലിലേക്ക് ബന്ദികൾ എത്തുന്നു എന്നതാണ്. ഹമാസ് 2 ഘട്ടങ്ങളിലായാണ് 20 ബന്ദികളെ മോചിപ്പിച്ചത്. ഓഗസ്റ്റ് 7-ാം തീയതി 2023 ഓഗസ്റ്റ് 7-ന് നടത്തിയ അൽ അക്സ പ്രളയം എന്ന പേരിലുള്ള ഓപ്പറേഷൻ അത് നടത്തി അന്ന് തടവിലെടുത്ത മനുഷ്യരിൽ അവശേഷിക്കുന്ന ജീവനോടെയുള്ള 20 ബന്ദികളെയാണ് ഇന്ന് റെഡ് ക്രോസിന് കൈമാറിയത്. 2 ഘട്ടങ്ങളായിട്ടാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത്. അവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദ്യം 7 പേരെയും പിന്നീട് 13 പേരെയും ഒറ്റഘട്ടമായി 13 പേരെയുമാണ് കൈമാറിയത്. 3 ഘട്ടങ്ങളായി കൈമാറും എന്നതായിരുന്നു നേരത്തെയുള്ള അറിയിപ്പെങ്കിൽ ആദ്യം 7 പേർ പിന്നീട് 13 പേർ എന്നിങ്ങനെ 20 പേരെയും ജീവനോടെ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടു നൽകിയിരിക്കുകയാണ്. അവർ ഇസ്രായേലിലേക്ക് എത്തുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ വൻ വരവേൽപ്പ് അവർക്ക് ഒരുക്കുന്നു. ആദ്യം കുറച്ച് സമയം മാത്രം ഈ ബന്ധുക്കളുമായി ഒരു ഇടപെടലിനുള്ള അവസരം നൽകിയതിന് ശേഷം കൂടുതൽ വൈദ്യ പരിശോധനകൾക്കായിട്ടാണ് ബന്ദികളാക്കപ്പെട്ടവരെ കൊണ്ടുപോവുക. കാരണം 2 വർഷക്കാലം ഹമാസിൻ്റെ തടങ്കലിലായിരുന്നു അവർ. പല ഇടങ്ങളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നു. പല ഒളി സങ്കേതങ്ങളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയൊക്കെ ഉണ്ടായി. വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. മാത്രവുമല്ല, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയുള്ള പരിശോധനകൾക്ക് കൂടിയായിട്ടാണ് അവരെ വിദഗ്ധമായ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. ഇനി നടക്കാൻ പോകുന്നത് ഇസ്രായേൽ വിട്ടു നൽകുന്ന ആളുകളുടെ, അത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 236 പേർ, മറ്റ് പിടിയിലായ 1700 പേർ എന്നിങ്ങനെ ഉള്ള ആളുകളുടെ, പലസ്തീനികളുടെ കൈമാറ്റമാണ് നടക്കുന്നത്. അത് രാമള്ളയിൽ അല്പസമയത്തിനകം നടക്കും എന്ന വിവരമാണ് വരുന്നത്. ആദ്യ ഘട്ടം എന്ന നിലയിൽ രാമള്ളയിൽ ആദ്യ ബാച്ചിനെ കൈമാറ്റം സാധ്യമാകും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. 1700 തടവിലായവരെയും 250 ജീവപര്യന്തം തടവുകാരെയുമാണ് വിട്ടയക്കാൻ പോകുന്നത്. The first group have begun arriving in Ramallah എന്നതാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ രാമള്ളയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിലെ രാമള്ളയിലേക്ക് അവരെ എത്തിക്കുന്നു എന്ന വിവരം കൂടി വരികയാണ്. അപ്പോൾ 2 ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ ഈ കൈമാറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ദികളുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് വളരെ ആഹ്ലാദം ഉള്ള അവസരം കൂടിയാണ്. 2 വർഷത്തിന് ശേഷം അവരുടെ ബന്ധുക്കൾ തിരിച്ചെത്തുന്നു എന്നത്. അതുകൊണ്ടാണ് ഈ ഇവരുടെ മടങ്ങിവരവ് ദിവസം തന്നെ ഇസ്രായേലിലെത്തുന്ന ട്രംപിനും അവർ ഊഷ്മളമായ വരവേൽപ്പ് നൽകുകയും അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പാർലമെന്റിൽ ട്രംപിന് നന്ദി അറിയിച്ചുകൊണ്ട് നെതന്യാഹു സംസാരിച്ചതിന്റെ ഒരു ഭാഗം കൂടി കേൾക്കാം. מכובדי הנשיא הרצוג ורעייתו מיכל, מכובדיי הרבים, ובראשם ידידנו הגדול, נשיא ארצות הברית, הנשיא דונלד ג'יי טראמפ.
ട്രംപ് സംസാരിക്കുമ്പോൾ അമേരിക്കയുടെ സഹായത്താൽ എല്ലാം നേടാൻ ഇസ്രയേലിന് കഴിഞ്ഞു എന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. കാരണം യുദ്ധമുഖത്ത് ഇസ്രയേലിന് വേണ്ടുന്ന എല്ലാ സഹായവും അമേരിക്കയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇനി സമാധാനത്തിന്റെ സമയമാണെന്നും മിഡിൽ ഈസ്റ്റിൽ ആകെ സമാധാനം കൊണ്ടുവരണമെന്നും അതിന് ഒപ്പം നിൽക്കണം എന്നുമുള്ള കാര്യമാണ് ട്രംപ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് ബന്ദി കൈമാറ്റം നടക്കുന്നു, മറുഭാഗത്ത് ട്രംപിന് വൻ വരവേൽപ്പ് നൽകുന്നു. ഈ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന ക്ലെയിം ട്രംപ് ആവർത്തിക്കുകയാണ്. ഒപ്പം അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 8 മാസത്തിനിടെ 8 യുദ്ധം താൻ അവസാനിപ്പിച്ചു എന്ന ഒരു കാര്യം കൂടിയാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആശങ്കകൾ അകലുന്നില്ല. ബന്ദി കൈമാറ്റത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ സമാധാനം ശാശ്വതമായിരിക്കുമോ? എത്ര നാൾ നീണ്ടു നിൽക്കും? ഒരു പക്ഷേ ബന്ദി കൈമാറ്റത്തിന് ശേഷം ഇസ്രയേൽ നിലപാട് മാറ്റുമോ? തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആശങ്കകളുണ്ട്. എന്തായാലും ഇസ്രയേലിന്റെ ഭീഷണികൾ ഭയന്ന്, ആക്രമണം ഭയന്ന് അവിടെ നിന്ന് പലായനം ചെയ്ത മനുഷ്യർ ഗസയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ചെത്തുമ്പോൾ അവർ സന്തോഷത്തോടെ തിരിച്ചെത്തുകയാണ്. ഒരു ദീർഘനാളത്തേക്കുള്ള വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ അവരുടെ സ്വന്തം ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത്. പക്ഷേ തിരിച്ചെത്തുന്നവർ കാണുന്നത് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും അവർ താമസിച്ചിരുന്ന വീടുകൾ അത് മണൽ കൂമ്പാരമായി മാറിയിരിക്കുന്നതും ഒക്കെ കാണുന്ന ദുഃഖകരമായ കാഴ്ചകളാണെങ്കിൽ പോലും സ്വന്തം ഭൂമിയിലേക്ക് തിരികെ വരുന്നതിൻ്റെ ആശ്വാസം ഈ പലസ്തീനികൾ പങ്കുവെക്കുന്നു. അവർ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് അവരുടെ മടങ്ങിവരവ്. ഇപ്പോൾ മറ്റ് എയ്ഡ്, ഭക്ഷണവും വസ്ത്രവും ഒക്കെ അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായങ്ങൾ അവിടേക്ക് എത്തിക്കുന്നത് സുഗമമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്തുന്ന മനുഷ്യർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്നു. പക്ഷേ നോക്കൂ, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അവിടെ വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. മിക്ക കെട്ടിടങ്ങളും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഈ തിരിച്ചു വരുന്ന മനുഷ്യരുടെ അതിജീവനം എന്നത് എത്രമാത്രം പാടായിരിക്കും എത്രമാത്രം ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. ഗസയുടെ പുനർജീവനം എന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. മാത്രവുമല്ല മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി അവിടെ ഉടലെടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഹമാസ് ഒരു ഭാഗത്ത് അവരുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. പ്രാദേശിക സായുധ സംഘങ്ങളുമായി ഹമാസ് ഏറ്റുമുട്ടൽ നടത്തിയിരിക്കുന്നു. 27 പേർ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ വിവരങ്ങളാണ് വരുന്നത്. അത് ഇസ്രായേൽ സേന അവിടെ വിട്ട് പോയതിനു ശേഷം പ്രദേശത്തിൻ്റെ ആധിപത്യം ഹമാസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ആ ഇടങ്ങളിലേക്ക്, ആ തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ 27 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട്. അത് ഇനി രൂക്ഷമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന കാര്യം കൂടി അറിയുന്നു. എന്തായാലും അത്തരം സൈനിക ഇടപെടലുകൾ കൂടി ഹമാസിന്റെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക സംഘങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് 27 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നത്. എന്തായാലും ഇപ്പോൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ്. 2 വർഷത്തെ ദുരിതം മാറി ഇനി സമാധാനത്തിൻ്റെ നിമിഷങ്ങൾ എന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ സന്തോഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പലസ്തീൻ മണ്ണിലേക്ക് തിരിച്ചെത്തുന്ന മനുഷ്യരായാലും ബന്ദികൾ തിരിച്ചെത്തുന്ന സന്തോഷത്തിൽ ഇസ്രയേലും ഒക്കെ സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളാണ്. ട്രംപിൻ്റെ ഇടപെടൽ തീർച്ചയായും വളരെ ഗൗരവത്തിൽ തന്നെ ഉള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രയേലിനെ അനുനയിപ്പിക്കാൻ ട്രംപിനെ സംബന്ധിച്ചായിട്ടുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ ഇടപെടലും വളരെ നിർണായകമായിട്ടുണ്ട്. ഈ മേഖലയിൽ സമാധാനം തുടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം.